സമരത്തിന്റെ സമയത്ത് ശ്രീ പി രാജീവ് തന്നെ ഒരു ബാനർ പിടിച്ച് നിൽക്കുന്ന ചിത്രമുണ്ട്, വാതക ബോംബ് എന്നൊക്കെ ഒരു ബാനർ. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യം ഗെയിൽ പദ്ധതി പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. അങ്ങയുടെ മന്ത്രിസഭയുടെ അത് മാധു വളരെ ഈ തെറ്റായിട്ടുള്ള പ്രതീതിയൊക്കെ അകത്ത് ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. ഇത് ഞാൻ 3-4 തവണ വിസ്തരിച്ചതാണ്. നിങ്ങളുടെ ഞാൻ മാധ്യമങ്ങളിൽ തന്നെ വിസ്തരിച്ചതാണ്. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ഇന്റർവ്യൂ ചോദിച്ചു, അല്ല കിറ്റക്സ് കേരളം വിട്ട് പോയില്ലേ, എന്നിട്ട് എങ്ങനെയുണ്ട്? അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെപ്പോൾ ഒരാൾ പോലും ഇങ്ങനെയാണല്ലോ പറയുന്നത്. ഒരു നോക്കിക്കോളൂ, 11,000 പേര് കിറ്റക്സിൽ ഇപ്പോഴും ജോലി ചെയ്യുന്നു. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കിറ്റക്സ് വിട്ടല്ലോ എന്ന് പറയും. ഞാനിതുകൊണ്ട് പറയും, ഗെയിലിന്റെ കാര്യത്തിൽ ഞാൻ വിസ്തരിച്ചതാണ്. ഗെയിലിന്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഈ രാജേഷിന്റെ മണ്ഡലത്തിനടുത്ത് എവിടെയോ വാതക ബോംബ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രസംഗിക്കുന്ന ഒരു നോട്ടീസ് വെച്ചിട്ട് ഞാൻ ഇതുവരെ പോകാത്ത സ്ഥലമാണ് അല്ല ഏതൊരു സ്ഥലം. യഥാർത്ഥത്തിൽ ഗെയിൽ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാനെഴുതാമോ? കൂടുതൽ ചെലവുള്ളതാകുമെന്ന് ഇന്ന് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലാഭമുണ്ടാക്കുന്ന കമ്പനികളിൽ ഒന്നായിട്ടുള്ള ഗെയില് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും അവരുടെ ഭൂമിയെക്കാളും വിലയാണ് ലാഭത്തിലുണ്ടാകുന്ന ചെറിയ ഇടമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഇന്ത്യയുടെ സമൂഹത്തിൽ